എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥം അധ്യായം 59 ശ്ലോകം 43, 44, 45 മൂന്ന് ശ്ലോകങ്ങളെ ആണ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത്. ഈ മൂന്ന് ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ 59ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. ആ ജരാസന്ധന്റെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ച 16,000 സ്ത്രീകളെ ഭഗവാൻ അത്രയും സ്വരൂപമെടുത്ത് ഒരേ ശുഭമുഹൂർത്തത്തില് വിധിപ്രകാരം വിവാഹം ചെയ്തു. എല്ലാവർക്കും വേറെ വേറെ ഭവനങ്ങൾ പണിയിച്ച് അവളെ താമസിപ്പിച്ച്, അതേപോലെ ഓരോരുത്തർക്കും ഭഗവാൻ കൂടെ ഉണ്ട് എന്നുള്ള അതുപോലെ ഓരോ സ്വരൂപം എടുത്തിട്ടാണ് ഭഗവാൻ അവരെയൊക്കെ രമിപ്പിച്ചത്. ആ അത്ഭുത സ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ ലീലകള്, ആ 8 അഷ്ടമഹിഷിമാർക്ക് അവർക്കും വേറെ വേറെ ഭവനങ്ങള്, അവരെ ഇതേപോലെ തന്നെ. അങ്ങനെ എത്ര ഭാര്യമാര് ഭഗവാനുണ്ടോ അവരുടെ എല്ലാവർക്കും ഭഗവാൻ എപ്പോഴും അവരുടെ സമീപത്തുണ്ട്. അങ്ങനെയാണ് അവർക്ക് അനുഭവം. ഭഗവാനല്ലാതെ വേറെ ആർക്കും അതിങ്ങനെ സാധിക്കുക അല്ലെ? ഗോപസ്ത്രീകൾക്കോ അവരുടെ കൂടെയുണ്ട് ഭഗവാൻ. എപ്പോഴും ഉള്ള കാര്യമാണ് അവർക്ക് അനുഭവം. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗേ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. കഥാമയും ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈ ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 43. ഗൃഹേഷു താസാം അനവായ തർക്കകൃത് നിരസ്തസാമ്യാതിശയേഷ്വസ്ഥിത രേമേ രമാഭിർനിജകാമ സംപ്ലുതോ യഥേതരോ ഗാർഹകമേധി കാഞ്ചരൻ. നിരസ്ത സാമ്യാതിശയേഷു നിരസിക്കപ്പെട്ട സാമ്യത്തോടും അതിശയത്തോടും കൂടിയ താസാം അവരുടെ ഗൃഹേഷു ഗൃഹങ്ങളിൽ അനപായി പിരിയാതിരിക്കുന്നവനും അതർക്യകൃത് അതർക്യങ്ങളെ ചെയ്യുന്നവനുമായി അവസ്ഥിത വസിക്കുന്നവൻ. ഗാർഹകമേധികാൻ ഗൃഹസ്ഥാശ്രമധർമ്മങ്ങളെ ചരൻ ആചരിക്കുന്ന ഇതര യഥാ അന്യനെന്ന പോലെ നിജകാമ സംവൃത നിജകാമത്തിൽ മഗ്നനായിട്ട് രമാഭി കാന്തകളോടുകൂടി രേമെ രമിച്ചു. തന്റെ തന്നെ സ്വരൂപത്തിന്റെ ആ ആനന്ദത്തില് മുങ്ങിയവനും ഊഹിക്കാൻ പോലും കഴിയാത്ത ആശ്ചര്യകാര്യങ്ങൾ നടത്തുന്നവനുമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ തുല്യവും അതിശയവും ഇല്ലാത്ത വിധത്തില്, ഇത് ആർക്കും ഇതുപോലെ ചെയ്യാൻ സാധിക്കില്ല, അത്ഭുതകരമായ ആ വിധത്തില് അനന്യസാധാരണമായ സമ്പൽ സമൃദ്ധിയോടുകൂടിയ ആ 16,108 ഭാര്യമാരുടെയും ഗൃഹങ്ങള് പിരിയാതെ എപ്പോഴും ഇരിക്കുന്നവനായിട്ട് സാധാരണ ഒരു മനുഷ്യനെ പോലെ ഗൃഹസ്ഥാശ്രമ ധർമ്മങ്ങളെ അനുഷ്ഠിച്ചിരുന്നു. പൂർണ്ണമായ സ്വരൂപാനന്ദത്തിൽ മുങ്ങിയിരിക്കുന്ന ഭഗവാൻ ഇങ്ങനെ അനേകം ഭാര്യമാരോടുകൂടി രമിച്ചത് ഭക്തകളായ അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് അനുഗ്രഹിക്കാൻ മാത്രമാണ്. അതാണ് അവർക്ക് ഭഗവാൻ മാത്രം മതി വരനായിട്ട് എന്ന് അവര് നല്ലോണം മനസ്സ് ചുട്ട് പ്രാർത്ഥിച്ചു. ഭഗവാൻ അത് അനുവദിച്ചു കൊടുത്തു. അത്രയേ ഉള്ളൂ. ആ ഭക്തകളുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തു. ഇത്തം രമാപതിമവാപ്യ പതിം സ്ത്രിയസ്ത ബ്രഹ്മാദയോ വിനവിദു
പദവീം യദീയാം ഭേജുർമുദാ വിരതമേധിതയാനുരാഗഹാസാവലോക നവസംഗമ ജൽപലജ്ജാഹ. ബ്രഹ്മാദിദേവന്മാരു കൂടി യാതൊരു ഭഗവാന്റെ ഗതി അറിയുന്നില്ലയോ? അങ്ങനെയിരിക്കുന്ന ലക്ഷ്മീകാന്തനെ ഇങ്ങനെ ഭർത്താവായി ലഭിച്ച ആ സ്ത്രീകള് അനുരാഗസഹിതമായ ചിരി, നോട്ടം, സംഗമം, സംഭാഷണം, ലജ്ജ എന്നീ ഈ ഭാവങ്ങളെയൊക്കെ ഭഗവാനിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് സമ്പൂർണ്ണ മനോരഥകളായിരുന്നു. അവർക്ക് സമ്പൂർണ്ണ സംതൃപ്തി. അവരുടെ ഭാഗ്യം, ഞങ്ങൾ എന്തൊരു ഭാഗ്യ ചെയ്തത് ഈ ഭഗവാനെ ഭർത്താവായിട്ട് കിട്ടാൻ എന്ന് അവര് വിചാരിച്ചു. അത് തന്നെയാണ് സത്യം. അവരുടെ ഭാഗ്യം ബ്രഹ്മാദി ദേവന്മാർക്ക് കൂടി സിദ്ധിച്ചിട്ടില്ല. അതാണ് പ്രത്യുൽഗമാസനവരാർഹണ പാദശൗച താംബൂല വിശ്രമണ വീജനഗന്ധമാല്യൈ കേശപ്രസാരശയന സ്നപനോപകാര്യൈ ദാസീശതാ അഭിവിഭോർ വിദധുസ്മദാസ്യം. ദാസീശതാഹ, ശതം ദാസികളോടുകൂടിയ താഹ അവർ. പ്രത്യുഗമാസന വരാർഹണ പാദശൗച താംബൂല വിശ്രമണ വീജന ഗന്ധമാല്യേഹി. പ്രത്യുൽഗമം ആസനം, വരാർഹണം പാദശൗചം, താംബൂലം വിശ്രമണം വീജനം ഗന്ധം മാല്യം ഇവയെക്കൊണ്ടും കേശപ്രസാര ശയന സ്നപനോപഹാര്യേഹി, കേശപ്രസാരം, ശയനം, സ്നപനം, ഉപഹാര്യങ്ങൾ ഇവ കൊണ്ടും വിഭോഹോ വിഭുവിന്റെ ദാസ്യം, ദാസ്യത്തെ വിദധുസ്മ ചെയ്തു. ഈ സ്ത്രീകളിലെ ഓരോരുത്തർക്കും ശുശ്രൂഷ ചെയ്യാൻ 100 ദാസികളുണ്ട്. അപ്പൊ പിന്നെ അവർക്ക് ഭഗവാന്റെ ഇത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ദാസികളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയല്ല അവര് ചെയ്തത്. അങ്ങനെ ഇരിക്കുന്ന അവര് ഭഗവാൻ വരുമ്പോൾ എതിരേറ്റ് ഭഗവാന്റെ കൂടെ, ഭഗവാൻ അങ്ങോട്ട് വരണം കണ്ടാൽ ഭഗവാന്റെ കൂടെ അങ്ങോട്ട് ചെല്ലും, അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് സിംഹാസനം കൊടുത്തിരുത്തും, അർഘ്യാദികൾ സമർപ്പിക്കും, കാല് കഴുകി കൊടുക്കും, താമ്പൂലം നൽകുക, കാല് തലോടി കൊടുക്കുക, വീശിക്കൊടുക്കുക, ചന്ദനം പൂശിക്കൊടുക്കുക, പൂമാലകൾ കെട്ടിങ്ങനെ ഭഗവാന്റെ കഴുത്തിൽ ചാർത്തുക, തലമുടി വിതറി കെട്ടിക്കൊടുക്കുക, കുളിപ്പിക്കുക, ഭക്ഷണം സമർപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികൾ ചെയ്ത് ഭഗവാന്റെ ആ ദാസ്യത്തെ അംഗീകരിച്ചു. ഭഗവത് ദാസ്യത്തെ അവര് അംഗീകരിച്ചു. ഇങ്ങനെ പ്രത്യക്ഷമായിട്ട് ഭഗവാനെ ഉപചരിക്കാൻ ഇവർക്കുണ്ടായ ഭാഗ്യം അല്ലെ, പരമ ഭാഗ്യം ചെയ്തവരാണ് അവര്. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർത്ഥേ പാരിജാതഹരണ നരകവധോ നാമ ഏകോനഷഷ്ടിതമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ 59ാമത്തെ അധ്യായം ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീപാദങ്ങളില് സമർപ്പിക്കണം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.